Hello friends, മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫെർമി പാരഡോക്സിന്റെ സെക്കൻഡ് പാർട്ടാണ് അല്ലേ. അതായത് അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ ഏലിയൻസ് ഉണ്ടെങ്കിൽ അവരിപ്പോൾ എവിടെയൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ സെക്കൻഡ് പാർട്ട് എടുത്തിരിക്കുന്നത്. ഒരാഴ്ച ഞങ്ങൾക്ക് ഡിലേ ഉണ്ടായി, അപ്പോൾ അതിന് ക്ഷമ ചോദിക്കുന്നു. ഇനിയും അങ്ങോട്ടുള്ള കൂടുതൽ വീഡിയോ ടോപ്പിക്സിന് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി വീക്കെൻഡ് റോൾസിന്റെ ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ഞാൻ ദീർഘിക്കുന്നില്ല, നമ്മൾ ആക്ച്വൽ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. കഴിഞ്ഞോട്ട് നമ്മൾ പറയുകയുണ്ടായി സിവിലൈസേഷനെ കുറിച്ചല്ലേ, അതായത് ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2 എന്നുള്ള സിവിലൈസേഷൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ടൈപ്പ് 1 സിവിലൈസേഷനെ കുറിച്ച് പറയാം. ടൈപ്പ് 1 എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ ആ ഒരു പ്ലാനറ്റിൻ്റെ എനർജി മൊത്തം ഉപയോഗിക്കാൻ പറ്റണം. ഇപ്പം നമ്മൾ പറയുന്ന പോലെ നമ്മുടെ പ്ലാനറ്റിലെ സൈക്ലോൺസ് ആയാലും എർത്ത്ക്വേക്സ് ആയാലും അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ടൈപ്പ് 1 സിവിലൈസേഷനാണ്. ഭൂമിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ സ്ഥാനം 0.7 ആണ്. ടൈപ്പ് 1 അല്ല, 0.7 ആണ് ഭൂമിയുടെ സ്ഥാനം. ഇനി ടൈപ്പ് 2 സിവിലൈസേഷൻ എന്താ? ടൈപ്പ് 2 എന്ന് വെച്ചാൽ ആ ഒരു പ്ലാനറ്റിൻ്റെ ആ പ്ലാനറ്റിൻ്റെ പേരൻറ്റ് സ്റ്റാറിൻ്റെ എനർജി മൊത്തം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സൂര്യൻ്റെ എനർജി മൊത്തം നമുക്ക് ഫോക്കസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് 2 ആയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ടൈപ്പ് 2 സിവിലൈസേഷൻ. പിന്നെ ടൈപ്പ് 3 എന്ന് വെച്ചാൽ അവർക്കാണെങ്കിൽ ഇൻട്രസ്റ്റെല്ലാർ ട്രാവൽ ചെയ്യാൻ പറ്റും. സ്റ്റാർ വാർസിലൊക്കെ കാണുന്ന പോലെ അവർക്ക് ഒരു ഗാലക്സിയിൽ നിന്ന് വേറൊരു ഗാലക്സിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അവരുടെ പ്രത്യേകത വെച്ചാൽ അവർക്ക് ഗാലക്സി ഫുള്ള് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്റ്റാർ മാത്രമല്ല, ആ ഫുൾ ഗാലക്സി. ഇപ്പം നമുക്ക് ആകാശഗംഗ മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് 3 സിവിലൈസേഷൻ ആവും. അപ്പോൾ ഈ ടൈപ്പ് 3 സിവിലൈസേഷൻ എത്രമാത്രം കാണും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ? അപ്പോൾ അതിൻ്റെ ആക്ച്വലി കുറേ മാത്തമാറ്റീഷ്യൻസ്, കുറേ ഫിസിസിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നുണ്ട് ഓരോ ഇത്ര മണൽത്തരി കറസ്പോണ്ടിങ് ആയിട്ട് ഇത്ര എമൗണ്ട് ഓഫ് ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻ ഉണ്ടെന്ന്. അപ്പോൾ ടൈപ്പ് 3 പറയുന്നത് വെച്ചാൽ ആ കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മുടെ ഈ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ഏകദേശം 1000 ടൈപ്പ് 3 സിവിലൈസേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്, കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 1000 സിവിലൈസേഷൻ ഉണ്ടെങ്കിൽ അതും അവർക്ക് ഇൻഡസ്ട്രിയൽ ട്രാവൽ ചെയ്യാൻ പറ്റും, ഭയങ്കര ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കും. അവരെന്തുകൊണ്ട് നമ്മളിതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല, നമുക്ക് എന്തുകൊണ്ട് അവരുടെ പ്രസൻസ് അറിയാൻ പറ്റിയിട്ടില്ല? അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി ശാസ്ത്രജ്ഞന്മാരെ കുഴക്കുന്ന മറ്റൊരു ചോദ്യം. ഈ ചോദ്യം കുഴപ്പിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് സമയത്തൊന്നും ഭൂമി ഉരുണ്ടതാണോ അല്ലെങ്കിൽ പരന്നതാണോ ആർക്കും അറിയത്തില്ല. അപ്പോഴും കുറേ ആൾക്കാർ പല ഒപ്പീനിയൻസ് വന്നുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, ഭൂമിക്ക് ചുറ്റുമാണോ സൂര്യൻ കറങ്ങുന്നത്, അത് സൂര്യന് ചുറ്റുമാണോ ഭൂമിക്ക് ഇറങ്ങുന്നത്, ഇതൊക്കെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു ആ സമയത്ത്. അപ്പോഴും 10 ആൾക്കാരെടുത്ത് വെച്ചാൽ 10 ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് തരും. ഇപ്പോഴും ഇതാണ് അവിടുത്തെ അവസ്ഥ. അതായത് ഇപ്പോൾ നമ്മൾ ഇൻ്റലിജൻറ്റ് സ്പീഷീസ് ഉണ്ടോ ഇല്ലെന്നൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ സയൻറ്റിസ്റ്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് 10 ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയിരിക്കും പറയുന്നത്. അതായത് ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട്, അവരുണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മളെ എന്തുകൊണ്ട് കോൺടാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രോബബിലിറ്റി തിയറീസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് കൂടുതലായിട്ട് കടന്നു ചെല്ലാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ശാസ്ത്രജ്ഞന്മാരുടെ ഇടയ്ക്കും ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട് ഇങ്ങനെയുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ മെയിനായിട്ട് 2 എക്സ്പ്ലനേഷൻ നമുക്ക് ഫോക്കസ് ചെയ്യാം. ആദ്യത്തെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ ടൈപ്പ് 2, ടൈപ്പ് 3 സിവിലൈസേഷൻ ഈ യൂണിവേഴ്സിൽ ഇല്ല. ഓക്കെ, അങ്ങനെ കുറേ ആൾക്കാർ ബിലീവ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ ടൈപ്പ് 2, ടൈപ്പ് 3 സിവിലൈസേഷൻ ഉണ്ട്, പക്ഷേ ലോജിക്കലുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അവരൊന്നും സിഗ്നലൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു താല്പര്യമില്ല നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് എക്സ്പ്ലനേഷൻ പറയുന്നത് എന്താ? ടൈപ്പ് 2, ടൈപ്പ് 3 സിവിലൈസേഷൻ ഈ പ്രപഞ്ചത്തിലേ ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ പറഞ്ഞു മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ നമ്മുടെ ആകാശഗംഗയിൽ തന്നെ ഏകദേശം 1000 ടൈപ്പ് 3 സിവിലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ഇല്ല എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ വേറെന്തോ സംഭവമുണ്ട്. ഇതിനാണ് നമ്മൾ ഗ്രേറ്റ് ഫിൽട്ടർ എന്ന് പറയുന്നത്. എന്തോ ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഈ വരുന്ന എല്ലാ സ്പീഷീസും, അല്ലെങ്കിൽ ഏതൊരു സിവിലൈസേഷൻ ആയാലും എന്തോ ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഗ്രേറ്റ് ഫിൽട്ടർ. അപ്പോൾ ഈ ഗ്രേറ്റ് ഫിൽട്ടറിന് നോക്കുമ്പോൾ 3 പോസിബിലിറ്റീസാണ് ഉള്ളത്. ഒന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മനുഷ്യരാശി നോക്കുമ്പോൾ 3 പോസിബിലിറ്റീസ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് വെച്ചാൽ വി ആർ ഫസ്റ്റ്, നമ്മൾ ആദ്യമായിട്ട് വരികയാണ്, നമ്മളായിരിക്കും ഏറ്റവും വലിയ ഇൻ്റലിജൻറ്റ് സ്പീഷീസ് ഈ യൂണിവേഴ്സ് മൊത്തം നോക്കുമ്പോൾ, വേറെ ആരുമില്ല. അതൊരു എക്സ്പ്ലനേഷൻ. രണ്ടാമത്തേന്ന് വെച്ചാൽ വി ആർ റെയർ, നമ്മളൊരു റെയർ സ്പീഷീസ് ആണ്. മൂന്നാമത്തത് വി ആർ ടോട്ടലി ഫക്ഡ് അപ്പ്. അപ്പോൾ ആദ്യത്തെ പോസിബിലിറ്റി എന്താ? വി ആർ റെയർ, നമ്മൾ ആക്ച്വലി ഭയങ്കര റെയർ സ്പീഷീസ് ആണ്. ഈ യൂണിവേഴ്സ് മൊത്തം നോക്കുമ്പോൾ നമ്മളൊരു റെയർ ആണ്. ഇപ്പം നമുക്ക് ഈ ബോക്സ് കാണുമ്പോൾ അറിയാം, ഈ കോളം നോക്കുമ്പോൾ അറിയാം, എല്ലാ സ്പീഷീസും ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മനുഷ്യരാശി മാത്രം ആ ഒരു ഗ്രേറ്റ് ഫിൽട്ടർ, അത് ആക്ച്വലി എവല്യൂഷൻ ലീപ്പ് കാരണം നമ്മളത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ആ ഒരു റെയർ സ്പീഷീസ് ആണ്. അപ്പം നമ്മൾ തന്നെ റെയർ ആണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ഒരു യൂണിവേഴ്സിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ വി ആർ റെയർ എന്നുള്ള കേസിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രേറ്റ് ഫിൽട്ടർ പാസ് ചെയ്ത് കഴിഞ്ഞു. ഗ്രേറ്റ് ഫിൽട്ടർ നമ്മുടെ ബാക്കിലാണ്.
അപ്പോൾ ഇവിടെ ഗ്രേറ്റ് ഫിൽട്ടർ എന്തായിരുന്നിരിക്കാം? ചിലപ്പോൾ നമ്മുടെ ഭൂമിയിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത് തന്നെ ഒരു ഗ്രേറ്റ് ഫിൽട്ടർ ആയിരുന്നിരിക്കാം. നമ്മളറിയുന്നില്ല, നമ്മളത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഉണ്ടായി, എല്ലാ സ്പീഷീസും ഇങ്ങനെ ഇവോൾവ് ആയി, നമ്മൾ മാത്രം റെയറായിട്ട് വന്നു, അത് ജസ്റ്റ് ക്രോസ് ചെയ്തു നമ്മളിപ്പോൾ. ചിലപ്പം ഈ സിംഗിൾ സെല്ലോട്ട് അല്ലെങ്കിൽ മൾട്ടി സെല്ലാർ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതൊരു ഗ്രേറ്റ് ഫിൽട്ടർ ആയിരുന്നിരിക്കാം. ആ ഒരു ഗ്രേറ്റ് ഫിൽട്ടർ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ എല്ലാം തീർന്നു പോയാനെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ റെയർ എന്നുള്ള കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പോസിബിലിറ്റിയിലൂടെ നോക്കാം. അതായത് വി ആർ ഫസ്റ്റ്. ഗ്രേറ്റ് ഫിൽട്ടർ നമ്മുടെ തൊട്ടടുത്താണ്, നമ്മളതിപ്പോൾ ഉടനെ പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യണമെങ്കിൽ നമ്മളായിരിക്കും സൂപ്പർ ഇൻ്റലിജൻറ്റ് സ്പീഷീസ്, വേറൊറ്റ സ്പീഷീസും ഇല്ല. ഇപ്പോൾ ഈ ഗ്രേറ്റ് ഫിൽട്ടറിന് സിഗ്നിഫിക്കൻസ് ഇവിടെ നമുക്ക് പറയാം. നമ്മുടെ ഇങ്ങനെ ലൈഫ് ഫോം ഇങ്ങനെ ഫുൾ ഇവോൾവ് ആയി. പിന്നെ ഡൈനോസർ വന്നു. അപ്പോൾ ആ ഡൈനോസറിൻ്റെ ഒരു മീറ്റിയർ അറ്റാക്ക് മൊത്തം വന്നത് കാരണം ആ ഡൈനോസർ സ്പീഷീസ് മൊത്തവും അങ്ങനെ ആക്ച്വലി എലിമിനേറ്റ് ആയി. അത് നമ്മുടെ എർത്തിൻ്റെ വീഡിയോയിൽ പറയുകയുണ്ടായി. ഇത് ആ സമയത്ത് ഒരു ഗ്രേറ്റ് ഫിൽട്ടർ ആയിരിക്കും, ആ ഒരു സ്പീഷീസ് മൊത്തം വാനിഷ് ആവുകയാണ് ചെയ്തത്. അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഡൈനോസർ ആയിരിക്കാം ഒരു ഇൻ്റലിജൻറ്റ് സ്പീഷീസ് ആയിട്ട് വന്നതേ. അപ്പോൾ ഇതേപോലെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഗ്രേറ്റ് ഫിൽട്ടർ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇൻ്റലിജൻറ്റ് സ്പീഷീസിൻ്റെ ആ ഒരു എല്ലാം കിട്ടും. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിൽ നമ്മളായിരിക്കും ഫസ്റ്റ് സ്പീഷീസ് ടു ബി ഇൻ്റലിജൻറ്റ്. അപ്പോൾ ഇനി മൂന്നാമത്തെ പോസിബിലിറ്റി എന്താ? മൂന്നാമത്തെ പോസിബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ആർ ഫക്ഡ് അപ്പ്. നമ്മൾ പെട്ടുപോയി. ഗ്രേറ്റ് ഫിൽട്ടർ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്, പക്ഷേ നമുക്കൊരിക്കലും അത് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ക്രോസ് ചെയ്യാൻ പറ്റാതെ എന്ത് പറ്റും? അതായത് ഇപ്പോൾ മനുഷ്യരാശി നോക്കുമ്പോഴെങ്കിൽ മനുഷ്യരാശിയുടെ സ്പീഷീസ് ഇങ്ങനെ ഇവോൾവ് വരുമ്പോഴത്തേക്ക് ഗ്രേറ്റ് ഫിൽട്ടറോട് നിൽക്കുകയാണ്. നമുക്കൊരിക്കലും ഗ്രേറ്റ് ഫിൽട്ടറെ ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഡൈനോസറിന് സംഭവിച്ച പോലെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ മനുഷ്യരാശി മൊത്തം അവിടെ വെച്ച് തീർന്നു പോവുകയാണ്, നമ്മുടെ ഭൂമിയിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യുകയാണ്. ഇതാണ് വി ആർ ഫക്ഡ് അപ്പിൻ്റെ, അതായത് നമ്മൾ പെട്ടുപോയിരിക്കുന്ന സ്റ്റേജാണത്. ചിലപ്പോൾ അത് ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കും, നമുക്ക് അറിയാൻ പറ്റത്തില്ല ഗ്രേറ്റ് ഫിൽട്ടർ ഉണ്ടോ ഇല്ലേ എന്ന്. ചിലപ്പോൾ വലിയ ഉൽക്കാപാതനം അല്ലെങ്കിൽ വലിയൊരു വോൾക്കാനോ ഇറപ്ഷൻ കാരണം നമ്മുടെ മനുഷ്യരാശി തന്നെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ ഈ മൂന്ന് പറഞ്ഞ എക്സ്പ്ലനേഷനും, അതായത് മനുഷ്യരാശി വെച്ച് നോക്കുമ്പോൾ ആ മൂന്ന് എക്സ്പ്ലനേഷനും, നമ്മൾ ഫസ്റ്റ് ആയിരിക്കാം, നമ്മൾ റെയർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയി. ഇത് മൂന്നും ആക്ച്വലി പറഞ്ഞ ആ ഫസ്റ്റ് എക്സ്പ്ലനേഷനാണ്. അതായത് വേറൊരു ഇൻ്റലിജൻറ്റ് സ്പീഷീസും ഇല്ല, നമ്മൾ മാത്രമാണ് ഇൻ്റലിജൻറ്റ് സ്പീഷീസ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് സെക്കൻഡ് എക്സ്പ്ലനേഷനിലോട്ട് പോകാം. സെക്കൻഡ് എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ എന്താ? ഇൻ്റലിജൻറ്റ് സ്പീഷീസ് ഉണ്ട്, എവിടെയൊക്കെയോ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ 1000 സ്പീഷീസ് ഉണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനോ അല്ല അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ അതെന്തൊക്കെയാണ് പോസിബിലിറ്റീസ് എന്ന്, അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഇൻ്റലിജൻറ്റ് സ്പീഷീസ് ഉണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ അവർ നമ്മളെ മനുഷ്യരാശിക്ക് മുമ്പ് നമ്മളെ എർത്തിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് നമ്മുടെ ഭൂമിയിൽ ലൈഫ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ഏലിയൻ സ്പീഷീസ് നമ്മുടെ ഭൂമി ഒബ്സർവ് ചെയ്തിട്ട് അവർക്ക് പോയിക്കൊണ്ടായിരിക്കാം. അവർക്കൊന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് ചിലപ്പോൾ അവർ നമ്മളെ വിട്ടുപോയെന്നിരിക്കാം. അപ്പോൾ അതൊരു പോസിബിൾ കേസ് ഓഫ് 1. അപ്പോൾ നമ്മൾ ശ്രീകാന്ത് ആങ്കറിൻ്റെ വീട്ടിൽ, അതായത് ഗുഹാചിത്രങ്ങളിലെ അന്യഗ്രഹ ജീവികൾ, അപ്പോൾ അന്നത്തെ ആൾക്കാർ ചിലപ്പോൾ അവർ സൈറ്റിങ്സ് ഉണ്ടായിരുന്നിരിക്കാം. അന്യഗ്രഹ ജീവികൾ അന്ന് ആ സമയത്ത് കണ്ടിരുന്നിരിക്കാം, അന്ന് വന്നവർ വിസിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു പോസിബിലിറ്റിയാണ്. നമുക്കിപ്പോഴും ഒബ്സർവ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഇപ്പോൾ ആ സ്പീഷീസ് ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും അനുമാനിക്കാൻ പറ്റുകയില്ല. അപ്പോൾ പണ്ടെപ്പോഴോ അല്ലെങ്കിൽ ഇനി എപ്പോഴും ഫ്യൂച്ചറിലോ അവർ വിസിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് പോസിബിലിറ്റി നമ്പർ 1. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റിയിലോട്ട് പോകാം. രണ്ടാമത്തെ പോസിബിലിറ്റി പറയുന്നത് നമ്മുടെ സ്പീഷീസ് അല്ലെങ്കിൽ നമ്മുടെ ഭൂമി അല്ല ആ ഒരു സിവിലൈസേഷൻ താമസിക്കുന്നത് നമ്മുടെ ഗാലക്സിയുടെ ഏതെങ്കിലും ഒരു പ്രാന്ത പ്രദേശങ്ങളിലായിരിക്കും. അത് ഇത്രയും വലിയ ആകാശഗംഗ ഗാലക്സിയിൽ ഏറ്റവും ഒരു കോർണറിലാണ് നമ്മുടെ സൗരയൂഥം നിൽക്കുന്നത്. ആ സൗരയൂഥത്തിലാണ് നമ്മുടെ ഭൂമി. അപ്പം ഇതാണെങ്കിൽ ഏതെങ്കിലും കട്ട ഇൻ്റലിജൻറ്റ് സ്പീഷീസ് ഭയങ്കര സ്പ്രെഡായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല നമ്മുടെ ഈ ഗ്രാമീണ പ്രദേശങ്ങളിൽ നമ്മളെ ഒബ്സർവ് ചെയ്യാനോ നമ്മളെ നോക്കാനോ ഒന്നും. നമുക്കൊരു ഐഡിയ ഇല്ല ആക്ച്വലി അവിടെ എന്താ നടക്കുന്നതെന്ന്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ആൻഡമാൻ ദ്വീപിലെ ആദിവാസികൾ അബോറിജിനൽസ് ഇല്ലേ, അപ്പോൾ അവർക്ക് ആക്ച്വലി നമ്മളങ്ങനെ ഗവനിക്കാറില്ല അവരെന്താ ചെയ്യുന്നത്. അതേപോലെ നമ്മളെ ഒരു സ്പീഷീസ് ആയിട്ട് നമ്മൾ ഒരിക്കലും ഗവനിക്കാറില്ല ഇൻ്റലിജൻറ്റ് സ്പീഷീസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോസിബിലിറ്റി. നമ്മളാരും മൈൻഡ് ചെയ്യുന്നില്ല, സോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇൻ്റലിജൻറ്റ് സ്പീഷീസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം. ഇനി മറ്റൊരു പോസിബിലിറ്റി നോക്കാം. അതായത് ഒരു സൂപ്പർ പ്രെഡേറ്റർ സിവിലൈസേഷൻ ഉണ്ട്. അതായത് ഭയങ്കര എല്ലാവരും നശിപ്പിക്കുന്ന രീതിയിലൊരു സിവിലൈസേഷൻ എവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് വേറൊരു ഇൻ്റലിജൻറ്റ് സ്പീഷീസ് ഒരിക്കലും സിഗ്നൽസ് പുറത്ത് വിടത്തില്ല. ആ പുറത്ത് വിട്ടുള്ള കുഴപ്പം എന്താ? ബാക്കിയുള്ള പ്രൊഡേറ്റേഴ്സ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു ഇതിൽ അവർ അവിടെ തന്നെ ഹൈഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതൊരു കാരണമായിരിക്കും നമുക്ക് വേറൊരു ഇൻ്റലിജൻറ്റ് സ്പീഷീസിൻ്റെ സിഗ്നൽസ് ഒന്നും കിട്ടാത്തത്. അപ്പം ഇതൊരു പോസിബിലിറ്റിയാണ്. പിന്നെ മറ്റൊരു പോസിബിലിറ്റി എടുത്ത് പോകും. അതായത് നമ്മൾ ഭയങ്കര പ്രിമിറ്റീവാണ്, നമുക്കൊരിക്കലും ഇൻ്റലിജൻസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചാൻസേ ഇല്ല. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കെ, നമ്മൾ ഹെവി കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റിൽ പോയിട്ട് അവിടെ ഒരു ഉറുമ്പുണ്ട്. ഉറുമ്പിൻ്റെ ഒരു ഐഡിയ കാണത്തില്ല നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. ബിക്കോസ് ഉറുമ്പ് ഒരു ഭയങ്കര പ്രിമിറ്റീവ് സ്പീഷീസ് ആണ്. അപ്പോൾ ഉറുമ്പിന് ഇത്രയും വലിയ കൺസ്ട്രക്ഷൻ കാണുമ്പോഴത്തേക്ക് എന്താ നടക്കുന്ന ഒരു ഐഡിയ കിട്ടത്തില്ല. അതേപോലെയൊക്കെ നമ്മുടെ അവസ്ഥയും. നമ്മുടെ ഇൻ്റലിജൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു സൂപ്പറായിട്ടുള്ളൊരു ഗലാക്റ്റിക് ആയിട്ടുള്ള സ്ട്രക്ചറോ അങ്ങനെ എന്തെങ്കിലും ഈ യൂണിവേഴ്സിൽ ഉണ്ടെങ്കിൽ നമുക്കത് പെർസീവ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അതൊരു കാരണമായിരിക്കും നമുക്ക് എന്തുകൊണ്ട് ഇൻ്റലിജൻസ് സ്പീഷീസിനെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത്. ഇനി മറ്റൊരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ആക്ച്വലി കുറച്ച് സ്ട്രേഞ്ച് ആണ്. നമുക്ക് റിയാലിറ്റി എന്താണെന്ന് അറിയത്തില്ല.
നമുക്കറിയില്ല നമ്മൾ ഈ കാണുന്ന ഒബ്ജക്ട്സ് ഒന്നും ശരിക്കും അവിടെ ഉണ്ടാവണമെന്നില്ല. അത് വേറെ പോസിബിലിറ്റിയാണ്, നമുക്കൊരിക്കലും ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ സർവൈവലിന് വേണ്ടി മാത്രമാണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒബ്ജക്റ്റിന് ലൈറ്റ് വന്ന് നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യുന്നു, അങ്ങനെ ഒബ്ജക്റ്റ് നമ്മുടെ ബ്രെയിൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെ സാധനം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ റിയാലിറ്റി മാപ്പ് ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ ഒരു തെറ്റാണെന്നുള്ള വാദമുണ്ട്. അപ്പോൾ അതൊരു വേറൊരു ഫാക്ടറാണ്. അതുകൊണ്ടായിരിക്കണം നമുക്ക് ആക്ച്വലി ഇന്റലിജന്റ് സ്പീഷീസ് ഒക്കെ നമുക്ക് തോന്നുന്നത് നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ പോസിബിലിറ്റീസ് വെച്ചാണ് ആക്ച്വലി ഇപ്പോഴും സയൻറ്റിസ്റ്റുകൾ പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് ഇന്റലിജന്റ് സ്പീഷീസ് വേറെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ ഈ പറഞ്ഞ പോസിബിലിറ്റീസ് എല്ലാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം ചെറുതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. നമ്മളിപ്പോൾ ഒരു എത്രയും വലിയൊരു ഡെസേർട്ടിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഒരു ചെറു കല്ലിൻ്റെ മുകളിൽ ചെയ്യുന്ന കൊച്ചു കുട്ടിയെ പോലെ ആയിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും വലിയ സ്മാർട്ടെന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മളൊന്ന് പുറത്തിറങ്ങിയാന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എന്തുമാത്രം വൈഡ് സ്പ്രെഡ് ആണെന്നും ഈ യൂണിവേഴ്സിൽ വേറെ ഏതെങ്കിലും ജീവികൾ ഉണ്ടോ എന്നുള്ളത്. നമ്മൾ നേരത്തെ വന്നൊരു ഗ്രേറ്റ് ഫിൽറ്ററിന്റെ കോൺസെപ്റ്റിൽ ആക്ച്വലി ഇത് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇതെന്ന് വെച്ചാൽ ഗ്രേറ്റ് ഫിൽറ്റർ ഇതും ഒരു കോൺസെപ്റ്റാണ്. അതായത് എന്ത് ഫിൽറ്റർ ചെയ്താലും ഇത് അപ്പുറത്തെത്തില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മനുഷ്യരാശിക്ക് ചിലപ്പോൾ ഒരു ഗ്രേറ്റ് ഫിൽറ്റർ ഇങ്ങനെ നിൽക്കുകയായിരിക്കും നമ്മളെ ഫേസ് ചെയ്തിട്ട്. അത് നമ്മൾ ക്രോസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ മനുഷ്യരാശിയോട് കൊണ്ട് എൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ മനുഷ്യരാശി എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഞങ്ങളുടെ ടീമിന് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കൂടി തരത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. എന്നാൽ മാത്രമേ കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം.